ഇതാ നമുക്ക് നോക്കാം മറ്റൊരു മാതൃക. ഇത് വളരെ എളുപ്പമാണ്. നോക്കൂ, ചിത്രത്തിൽ നോക്കൂ, ഒരു ലോക്ക് മാതിരിയുള്ള ഒരു സാധനമാണ് അല്ലേ. ഇവിടെയും നമ്മൾ റെക്ടാങ്കുലർ ടൂളുണ്ട്, സർക്കുലർ ടൂളുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം നമുക്ക്. ഇതും നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ എക്സാം 10 SVG ഫയലായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, സേവ് ചെയ്യേണ്ടത്. ചിത്രം നോക്കൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞതുപോലെ ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് എന്ന ക്രമത്തിൽ ഇത് തുറക്കുന്നു. തുറന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഫയലിൽ പോകുന്നു, ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസിൽ പോകുന്നു, ഷോ പേജ് ബോർഡർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു, ടിക്ക് മാർക്ക് ഒഴിവാക്കുന്നു, സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ഒരു ചതുരം വരയ്ക്കണം. റെക്ടാങ്കുലർ ടൂൾ എടുക്കുന്നു, ഒരു ചതുരം, ലോക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ചതുരം, ഏകദേശം ഒരു ചതുരം വരച്ചു. അതിൻ്റെ ഒരു കളറ്, ഒരു യെല്ലോ കളർ എന്ത് ചെയ്യണം, കൊടുക്കണം. ഒരു യെല്ലോ കളറ് കുറച്ചുകൂടി ഒരു ഡാർക്കായിട്ടുള്ള യെല്ലോ കളറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കൺട്രോൾ പാലറ്റിൽ നിന്ന് നമുക്ക് കളർ ഇങ്ങനെ സെലക്ട് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിട്ട് ഒരു ഏകദേശം ഒരു കളർ. ഓക്കെ, റൈറ്റ്. ഇനി വേണ്ടത് നമുക്കിതിനൊരു ലോക്ക് ഫിറ്റ് ചെയ്യണം. ലോക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സ്ക്വയറാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വരയ്ക്കേണ്ടത്. അതിനൊരു ബ്ലാക്ക് കളർ കൊടുക്കണം ആദ്യമായിട്ട്. ഇതിന് മാറ്റിയിട്ട് നമ്മൾ വീണ്ടും ഒരു ടൂൾ എടുക്കുന്നു. ഇതിന് ബ്ലാക്ക് കളറാണ് വേണ്ടത്. ബ്ലാക്ക് കളർ കൊടുക്കുന്നു. ബ്ലാക്ക് കളർ കൊടുത്ത് ഇതിൻ്റെ ഒരു ലോക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട്, ഏകദേശം സെൻറ്ററിലായിട്ട് ഇതിനെ എന്ത് ചെയ്യുന്നു, ഫിക്സ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് എന്ത് വേണം, ഒരു ഹാഫ് സർക്കിൾ വേണം. ഹാഫ് സർക്കിൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാഫ് സർക്കിളിൽ ക്ലിക്ക് ചെയ്യുന്നു, സർക്കിൾ ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. നേരത്തെ ചെയ്തതുമാതിരി 180 180 മുതൽ 360 വരെയാക്കുന്നു കോണളവ്. എന്നിട്ട് നമ്മളൊരു ഹാഫ് സർക്കിൾ ഇവിടെ എന്ത് ചെയ്യുന്നു, വരയ്ക്കുന്നു. അതിൻ്റെ കളറും എന്തായിരിക്കണം, ബ്ലാക്ക് ആയിരിക്കണം. ആ ഹാഫ് സർക്കിളിനെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ക്രമീകരിക്കുന്നു. തൊട്ട് മുകളിലായിട്ട് ക്രമീകരിക്കുന്നു. ഷിഫ്റ്റ് ബട്ടൺ അമർത്തി പിടിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ലോക്ക് ഒന്ന് ക്രമീകരിക്കാം. ഇത്തിരി കൂടി ഒന്ന് വലുപ്പം വരുത്താം നമുക്ക്. ഇപ്പോൾ ഏകദേശം അത് ക്രമമായിട്ട് വന്നിട്ടുണ്ട്. റെഡി. ഓക്കെ, ഇനി നമുക്ക് വേണ്ട എന്താണ്, ഇത് രണ്ടും കൂടെ ഒന്ന് ക്രമീകരിച്ചിട്ട് താഴേക്കും മുകളിലേക്കും ഒക്കെ ആയിട്ടൊന്ന് ക്രമീകരിച്ച് വെക്കാം. ഇനി നമുക്കെന്ത് വേണം, ഇതിൻ്റെ ഒരു ലോക്കിൻ്റെ പുള്ളി കൂടെ വേണം. അതിനെന്താ വേണ്ടത്, നമ്മൾ എന്ത് ചെയ്യുന്നു, സർക്കിൾ ടൂൾ എടുക്കുന്നു. ഫുൾ സർക്കിളാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഫുൾ സർക്കിൾ എടുക്കുന്നു. ഫുൾ സർക്കിൾ എടുത്ത് അതിൻ്റെ കളറ് നമ്മൾ എഗെയിൻ ഇതിൻ്റെ കളർ എന്ത് ചെയ്യുന്നു, ബ്ലാക്ക് കളറാക്കിയിട്ട് മാറ്റുന്നു. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഒരു വള്ളി പോലെയുള്ള ഒരു സാധനമാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ് നമ്മൾ. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. അതിനെ നമ്മൾ ഷിഫ്റ്റ് ഉപയോഗിച്ച് ഇത്തിരി ഒന്ന് മാറ്റി അതിൻ്റെ കളർ നമുക്ക് ഇഷ്ടമുള്ള ഒരു കളറാക്കിയിട്ട് മാറ്റുന്നു. ചെറുങ്ങനെ ഒന്ന് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു വള്ളി കിട്ടുന്ന മാതിരി ഇത് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഒരു പാർട്ട് മാത്രമേ നമുക്ക് വേണ്ടൂ അല്ലേ. അപ്പോൾ ഉള്ളിലത്തെ ഭാഗം നമുക്ക് വേണ്ട. അതിന് ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമേ നമ്മൾ ഓർമ്മിക്കണ്ടൂ. ഒന്നാമത്തെ സർക്കിളും രണ്ടാമത്തെ സർക്കിളും എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ടെക്സ്റ്റിൽ പാത്തിൽ ഡിഫറൻസ് കൊടുക്കുന്നു, ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ എന്തായി, ഉള്ളിലത്തെ ആ കളറ് പോയി. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വാല് മാത്രമേ വേണ്ടൂ, ഫുള്ള് വേണ്ട. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മളൊരു ടെക്സ്റ്റ് ടൂൾ റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുന്നു. റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് ഇതിന് ഏകദേശം ഒന്ന് ചെറുങ്ങനെ ഒന്ന് ക്രമീകരിച്ച് വെക്കുകയാണ്. ക്രമീകരിച്ച് വെച്ചതിന് ശേഷം ഈ റെക്റ്റാങ്കിൾ ടൂളും നേരത്തെ വെച്ചിരിക്കുന്ന ടൂളും രണ്ടും കൂടെ ഒന്നിച്ച് സെലക്ട് ചെയ്യുന്നു. ഇവിടെയും നമ്മൾ എന്ത് കൊടുക്കുന്നു, ഒബ്ജക്റ്റിലെ പാത്തിലെ ഡിഫറൻസ് കൊടുക്കുന്നു. അപ്പോൾ ഡിഫറൻസ് കൊടുത്തപ്പോൾ ഇതിൻ്റെ കഷ്ണം മാത്രമായിട്ട് നമുക്ക് കിട്ടി. അപ്പോൾ ഇതിനെ ഒന്ന് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ വക്കിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുത്താൽ നമ്മുടെ ലോക്ക് ഇവിടെയായി.
ഇത്രയായി കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനം പൂർണ്ണമായി. ഓക്കെ അല്ലേ? എത്ര എളുപ്പമാണെന്ന് നോക്കൂ. നമുക്ക് ചോദ്യത്തിന് 7 മാർക്കാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ചോദ്യത്തിന് നമുക്ക് ലഭിക്കുന്നത് 7 മാർക്കാണ്. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് ഇങ്ക്സ്കേപ്പിലെ ചോദ്യങ്ങൾ ചെയ്യാൻ ഒരു പ്രയാസവും ഇല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫയലിൽ പോയിട്ട് സേവ് ചെയ്യണം. സേവ് ചെയ്യുന്നു. എവിടെയാണ് സേവ് ചെയ്യേണ്ടത്? exam 10 എന്ന് പറയുന്ന ഫോൾഡറിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ 3456788_ group 4 എന്ന പേരിൽ ഇതിനെ എന്ത് ചെയ്യുന്നു? സേവ് ചെയ്യുന്നു. ഓക്കെ, ഡൺ.